നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ദൈവം വിട്ടു കൊടുക്കത്തില്ല. നീ ആഗ്രഹിച്ച നിലവാരത്തിൽ നിനക്കൊരു വർധനവ് ലഭിച്ചു എങ്കിൽ ആ വർധനവ് ഒന്നിന്റെയും അവസാനമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഈ മീഡിയയുടെ മുമ്പിൽ ഒരുമിച്ച് കാണുവാൻ കർത്താവ് അനുഗ്രഹിക്കുന്ന ശ്രേഷ്ഠതയേറിയ ദൈവിക നന്മകൾക്കായി സ്തോത്രം. അനേക പ്രാർത്ഥനാ വിഷയങ്ങളിലെ മറുപടികൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനായും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ മഹത്വമുള്ള ഭുജത്താൽ നിങ്ങളുടെ ജീവിത യാത്രകളിൽ അസാധാരണമായ ദൈവിക അനുഗ്രഹത്തിന്റെ പുത്തൻ കലവറകൾ തുറക്കപ്പെടുവാൻ ഇടയാകട്ടെ. അസാധാരണമായ ദൈവരാജ്യത്തിന്റെ ഒരു വർധനവിന്റെ ഒരു ചരിത്രം, അത് പറയുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്ത് ഞാൻ വന്നു നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറയിൽ, കുടുംബത്തിൽ എല്ലാം അപ്ലൈ ചെയ്യുക. അങ്ങനെ തന്നെ എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. അതിനനുസരിച്ച് ചുവട് വെക്കുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകും. അതിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വചനഭാഗം, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. എന്നെ ഇപ്പോൾ വചനത്തിൽ കൂടെ കേൾക്കുന്ന ദൈവപൈതലെ, ഇവിടെ ഇതാ ഒരു വർധനവിന്റെ ചരിത്രമാണ് വചനത്തിൽ കൂടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ഇന്ന് ഭാരപ്പെട്ടു നിൽക്കുന്ന ഒരു ഞെരുക്കത്തിനകത്തിലാണെങ്കിൽ ആ ഞെരുക്കത്തെ നോക്കിയിട്ട് ഇനി ഞാൻ എങ്ങനെ വർദ്ധിക്കും, ഇനി ഞാൻ ഈ ഞെരുക്കത്തിനകത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്കകത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്യും, എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്ന അകത്തളത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വചനഭാഗത്തെ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക. എന്നിട്ട് ആവർത്തിച്ച് കേൾക്കുക. ആ വചനഭാഗത്തെ വിശ്വസിച്ചിട്ട് പറയുക, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ വർദ്ധിക്കാനുള്ള സമയമെത്തിയിരിക്കുന്നു. ഈ 2025 ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾ വർദ്ധിക്കാനുള്ള സമയമാണ്. ഇവിടെ മുതൽ ഞങ്ങൾ ഇനി നിരാശക്കകത്തുകൂടെ കടന്നു പോകത്തില്ല. അത് പറയാൻ നിന്റെ അകത്തളത്തിൽ അസാധാരണമായ ഒരു ദൈവശക്തി വെളിപ്പെടണം. കർത്താവിന്റെ വചനം ശക്തിയോടെ പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനകത്തിൽ നിന്നുകൊണ്ട് നീ വചനത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ അത് ഉളവായി തുടങ്ങുകയാണ്. കാരണം 3 ദിനരാത്രങ്ങൾ കർത്താവിന്റെ കൂടെ ഇരുന്ന ഒരു കൂട്ടം ജനത, മുമ്പിൽ അവർ ഭക്ഷണം കഴിച്ച ഒരു ചരിത്രമില്ല. അതുകൊണ്ട് തന്നെയാണ് ശിനത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിന്റെ അരികിൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നാഥ, രാത്രിയായി, ഇവർ നമ്മുടെ കൂടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ 3 ദിനരാത്രങ്ങൾ കഴിഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം, അതിന് നമ്മുടെ പക്കൽ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യുക, ഇവരെ നമുക്ക് അടുത്തുള്ള ഊരിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രാമത്തിലേക്ക്, അടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഈ ജനത്തെ അങ്ങ് പറഞ്ഞു വിടാം. നമുക്ക് പിന്നീട് ആ വചനഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും, ഏകദേശം 1000-ന് മുകളിൽ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെല്ലാവരും ആ ദേശത്തോട്ട് ചിതറി അങ്ങ് പൊക്കോട്ടെ, അവിടെ ആരുടെയെങ്കിലും ഭവനത്തിലൊക്കെ പോയി അവർ ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങി വരട്ടെ എന്നുള്ള ഒരു ഇടുങ്ങിയ മനോഭാവത്തിനകത്തിൽ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗുരുവിന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ ഇവർ ചെന്ന് യേശുവിനോട് പറയുകയാണ്, ഇവരെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു വിടാം, അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ശക്തിയുള്ളവരായിട്ട് മടങ്ങി വരട്ടെ എന്ന നിലയിലാണ് ശിഷ്യന്മാർ യേശുവിനോട് സംസാരിക്കുന്നത്. എന്നാൽ യേശു ഈ മനോഭാവത്തെ പൂർണ്ണമായി പൊട്ടിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അങ്ങ് തകർത്ത് കളയുക. എന്നിട്ട് ഈ വന്ന ശിഷ്യന്മാരോട് തന്നെ യേശു കർത്താവ് പറയുക, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അപ്പോഴത്തേന് ഇവരെല്ലാവരുടെ പെട്ടെന്നൊരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് 200 വെള്ളിക്കാശ് ഇവരെല്ലാവരും കൂടെ പിരിച്ചെടുത്തു എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് യേശുവിനോട് പറയാം, ഞങ്ങളുടെ 200 വെള്ളിക്കാശേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നോക്കിക്കേ, ദൈവരാജ്യത്തിന്റെ ഒരു മർമ്മത്തിനകത്തിലേക്ക്, അതായത് അല്പമായതിനെ അസാധാരണമായ നിലയിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ദൈവരാജ്യത്തിന്റെ വലിയൊരു കാൽക്കുലേഷൻ ഇവിടെ പൊട്ടിച്ച്
ഈ ജനത്തെ ആ ഒരു തലത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരുവാൻ തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ ഇനി ഒരു വിഷയത്തിനകത്തിൽ പോലും തകർന്നു പോകരുത് എന്ന മനോഭാവത്തിൽ കർത്താവ് അവരെ ചിലത് പഠിപ്പിക്കാൻ അവിടെ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഇപ്പോ കാണുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിത യാത്രക്കകത്ത് നിന്റെ കയ്യിലിരിക്കുന്ന ആ അല്പത്തിനെ വർദ്ധിപ്പിക്കുവാൻ ആ ദൈവം നിന്റെ ഭവനത്തിനകത്തിൽ, അല്ലെങ്കിൽ നിന്റെ അടുക്കളയിൽ, അല്ലെങ്കിൽ നിന്റെ കലവറയിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. ആ മർമ്മത്തിനകത്ത് കയറി നിന്നാൽ നിനക്ക് പിന്നീട് പുറമോട്ട് തിരിഞ്ഞു നോക്കേണ്ടുന്ന അനുഭവം ഉണ്ടാകത്തില്ലെന്ന ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഒരു വീടിന്റെ മുമ്പിൽ പോയി മുട്ടിയിട്ട് അവർ ഡോറ് തുറന്നു. അവർ ഡോറ് തുറന്നപ്പോൾ അവർ പറയുക, ഞങ്ങൾ 3 ദിവസമായിട്ട് ആ നസ്രയനാകുന്ന യേശുവിന്റെ കൂടെ നിൽക്കുകയാണ്, ഞങ്ങൾക്കിപ്പോ വിശക്കുന്നു, എന്തെങ്കിലും നിങ്ങളൊന്ന് തന്ന് സഹായിച്ചാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്, നിങ്ങൾ തരുന്ന ആ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി വീണ്ടും ആ വചനം കേൾക്കട്ടെ. ആ ഒരു തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്ന, അല്ലെങ്കിൽ കൈ നീട്ടാൻ പഠിപ്പിക്കുന്ന ഒരു തലമാണ് ശിഷ്യന്മാരിൽ കൂടെ ഇത് അപ്പുറത്തു വരുന്നത്. എന്നാൽ ഞാനൊന്ന് പറയുകയാണ്, നസ്രയനാകുന്ന യേശുവിനെ വിശ്വസിച്ച് നീ യേശുവിന്റെ പാദപീഠ ഇരിക്കുന്നു എങ്കിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ദൈവം വിട്ടു കൊടുക്കത്തില്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു യാചകന്റെ വേഷത്തിൽ നിൽക്കാൻ കർത്താവിന് ഇഷ്ടമല്ല എന്ന് തന്നെ ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അതാണ് വചനത്തിന്റെ സത്യം. നീ അനുഗ്രഹിക്കുമെന്നും നീ വർദ്ധിക്കുമെന്നുമാ കർത്താവിന്റെ വചനത്തിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്താ അവിടെ ചെയ്തത്? ഒരു ബാലകന്റെ കയ്യിൽ നിന്ന് ലഭിച്ച 5 അപ്പത്തെ 2 മീനിനെ കർത്താവ് കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴും ശിഷ്യന്മാർക്ക് അറിയത്തില്ല ഇത് ഇത്രയും പേർക്ക് കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന്. പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിന്നു. വചനം ശ്രദ്ധിച്ചേ, എല്ലാവരും തൃപ്തിയായി. അപ്പോ ശ്രദ്ധിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ നീ കടന്നു വരികയും കർത്തന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുകയും കർത്തനിൽ നിന്ന് ഒരു നന്മ നിന്റെ കരത്തിലേക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അത് തൃപ്തി വരുന്നത് വരെ അത് നിന്റെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹമായിട്ട് തന്നെ നിലനിൽക്കും. ശ്രദ്ധിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതിന് ഒരു തൃപ്തി ഉണ്ടായിരിക്കും. അപ്പോ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്? ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വയറ് ഫുള്ളായി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് മതി, മറ്റെന്തെങ്കിലും കാര്യം നമ്മൾ മതി എന്ന് പറയുമോ? ഇല്ല. അപ്പോ ശ്രദ്ധിച്ചു നോക്കിക്കേ, തൃപ്തിയാകുന്നത് വരെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വചനത്തിൽ കൂടെ, ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനകത്തിൽ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ ദൈവം അനുവദിക്കുവോ? ഇല്ല. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുമെന്ന് തന്നെയാ വചനം പറയുന്നത്. നിന്ദിക്കുന്നവരുടെ നടുവിൽ തല ഉയർത്തുമെന്ന് തന്നെയാ വചനം പറയുന്നത്. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരുമെന്ന് തന്നെയാ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗം കൂടെ പറയട്ടെ. നീ വായ്പ വാങ്ങുമെന്നല്ലല്ലോ വചനം പറയുന്നത്, നീ വായ്പ കൊടുക്കുമെന്നല്ലേ. അങ്ങനെ വായ്പ കൊടുക്കണമെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് എക്സസ് ആയിട്ട് ഇരിക്കുന്നതല്ലേ വായ്പ കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു വർധനവാകുമെന്നും നീ ഒരു അനുഗ്രഹമാകുമെന്നും തന്നെയല്ലേ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഉറപ്പോടെ വിളിച്ചിട്ട് പറയാമോ, എന്റെ ജീവിതത്തിലെ ഞെരുക്കത്തെ കർത്തനിത മാറ്റുകയാണ്. എന്റെ ഞെരുക്കത്തെ ഞെരുക്കിക്കളയുവാൻ എന്റെ മേൽ കർത്താവ് ഒരു അഭിഷേകത്തെ തന്നിട്ടുണ്ട്, ഒരു ബലത്തെ എനിക്ക് കർത്തൻ തന്നിട്ടുണ്ട്. ആ ബലത്തിലാണ് ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇതാ വചനം ഇസഹാക്കുമായി ബന്ധത്തിൽ വിളിച്ചു പറയുകയാണ്. കർത്താവ് ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. എന്തുകൊണ്ട്? അബ്രഹാമിന്റെ അനുഗ്രഹം ഇസഹാക്കിലേക്ക് ഇതാ എത്തുകയാണ്. അപ്പനെ അനുഗ്രഹിച്ച അതേ നല്ല കർത്താവ് മകനെയും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വ്യക്തമാക്കുകയാണ്. ആ അധ്യായത്തിന്റെ തുടക്കമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വചനഭാഗം ഇങ്ങനെ കാണുകയാ. അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ ഒരു വലിയ ക്ഷാമം ആ ദേശത്ത് വന്നു. ആ സമയത്ത് ഇസഹാക്ക് ആ ദേശം വിട്ട് പുറപ്പെടാൻ തുടങ്ങുകയാണ്.
ആ തുടങ്ങുന്ന സമയത്ത് ദൈവം ഇറങ്ങി നിന്ന് അവന്റെ അരികിൽ പറയുകയാണ്, എടാ നീ ഈ ദേശത്ത് തന്നെ നിൽക്ക്, ഈ ദേശത്ത് ഈ ക്ഷാമമുള്ള കാലഘട്ടത്തിൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ആ ദൈവത്തിന്റെ വാക്കിനെ അവൻ അനുസരിച്ചു. ആ അനുസരണം അവന്റെ ജീവിതത്തിന്റെ മേൽ വലിയ അനുഗ്രഹത്തിന്, നന്മയ്ക്ക് കാരണമായി ഭവിക്കുവാനിടയായി. പ്രിയ ദൈവവേദനെ, ഇവിടെ ഇതാ വചനം പറയുന്നു, ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒന്നാമത്തെ കാര്യം പറയുന്നു, ദൈവം അവനെ അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മീഡിയയിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നീ ഒന്ന് വിളിച്ചു പറഞ്ഞേ, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ അടുത്ത സ്റ്റെപ്പ് വർധനവാണ്. നോക്ക്, അടുത്ത ഭാഗം വിളിച്ചു പറയുന്നു, അവനെ ദൈവം വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയല്ല, വീണ്ടും അവനെ വർദ്ധിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ, ദൈവ പൈതലെ, നിന്റെ ആഗ്രഹം ഒരു ഭവനമാണെങ്കിൽ, ആ ആഗ്രഹിക്കുന്ന ദേശത്ത് ഒരു നല്ല ഭവനം കിട്ടി, ആ ഭവനത്തിനകത്തിലേക്ക് കയറി ഇരിക്കുന്ന ആ ദിവസം ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി എനിക്ക് മരിച്ചാൽ മതി. കാരണം ഏറിയ വർഷങ്ങൾ കൊണ്ട് താനൊരു ഭവനത്തെ സ്വപ്നം കണ്ടു. അന്ന് തനിക്ക് മണ്ണില്ല, സ്വന്തമായൊരു മണ്ണ് വാങ്ങി. ആ മണ്ണിൽ താൻ ആഗ്രഹിച്ച നിലവാരത്തിൽ പ്ലാൻ ചെയ്ത് ഒരു വീട് വെച്ചു. ആ വീടിന്റെ താമസത്തിന്റെ അന്ന് വീട്ടിനകത്ത് കയറിയിരുന്നിട്ട് കുടുംബത്തോട് സന്തോഷിക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, ആ വ്യക്തിത്വം വിളിച്ചു പറയുകയാണ്, ഇനി എനിക്ക് മരിച്ചാൽ മതി. കാരണം എന്താ, ഏറിയ വർഷങ്ങൾ കൊണ്ട് താൻ ആഗ്രഹിച്ച നന്മയ്ക്കകത്ത് താനിപ്പോ കയറിയിരിക്കുകയാണ്. ദൈവവേദലേ, ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിശ്ചയമായും അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നീ ആഗ്രഹിച്ച നിലവാരത്തിൽ നിനക്കൊരു വർധനവ് ലഭിച്ചു എങ്കിൽ ആ വർധനവ് ഒന്നിന്റെയും അവസാനമല്ല. ആ വർധനവ് നിന്റെ ഒരു ആരംഭം മാത്രമാണ്. ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ഒരു മനസ്സിനകത്തിലെ ആഗ്രഹം മക്കളുടെ വിവാഹമാണെങ്കിൽ, ആ മക്കളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായി കഴിയുമ്പോൾ വിളിച്ചു പറയും, ഓ എനിക്കിനി മരിച്ചാൽ മതി, മക്കളുടെ വിവാഹം എല്ലാം കഴിഞ്ഞു. പക്ഷേ കുഞ്ഞെ, ഞാൻ വിളിച്ചു പറയട്ടെ, അത് നിന്റെ തുടക്കാടാ, അത് നിന്റെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഒരു ഭവനം പണിത് കഴിഞ്ഞാൽ ആ ഭവനം അവസാനമല്ലെന്നേ. അവിടെ നിന്ന് വീണ്ടും നിനക്ക് അനേക ഭവനങ്ങൾ പണിയുവാനുണ്ടെന്നേ, അനേക വീടുകളിൽ നിനക്ക് സന്തോഷത്തോടെ താമസിക്കാനുണ്ടെന്നേ. ഒരു മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, ദൈവം നിനക്ക് അനുഗ്രഹവും ആയുസ്സും വർദ്ധിപ്പിച്ചു തന്നാൽ നീ നിന്റെ കൊച്ചു മക്കളുടെ പോലും വിവാഹം കണ്ടിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകത്തുള്ളൂ. പ്രവാചകൻ വിധവയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നീ ശേഖരിക്കുന്ന ഭരണി കുറവായി പോകരുത്. ആ വിധവ ആ നാട്ടുകാരിൽ നിന്നെല്ലാം ആ ഭരണികൾ വാങ്ങിക്കൊണ്ടുവന്നു. മക്കളോട് ചോദിച്ചു, തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഉറവയും തീർന്നുപോയി. അങ്ങനെ ആണെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ എവിടെ തീർന്നു എന്ന് പറയുന്നിടത്ത് ആ നന്മകളുടെ ഉറവകൾ തീർന്നു പോകും. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കുഞ്ഞിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ ജീവിത യാത്രയോ, നിന്റെ മുമ്പോട്ടുള്ള പുറപ്പാടോ, നിനക്കുള്ള വർധനവോ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ വർധനവുകളെയും ആ അനുഗ്രഹങ്ങളെയും നോക്കി നിന്റെ നാവ് കൊണ്ട് ബന്ധനത്തിന്റെ വാക്കുകൾ, ശാപത്തിന്റെ വാക്കുകൾ പുറപ്പെടുവിക്കാതെ ഇനി ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പറയുന്നതിനപ്പുറത്ത് ഇനിയും ഞാൻ ജീവിക്കും, ഇനിയും കർത്താവ് തരുന്ന നന്മയെ ഞാൻ അനുഭവിക്കും, ഇനിയും ദൈവം തരാനിരിക്കുന്ന ആ ദൈവിക നന്മകളെ ഞാൻ അനുഭവിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ചുവട് വെക്കാമോ? ആ ചുവട് വെക്കുന്നിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠതയേറിയ വർഷം അത് തുറക്കപ്പെടുകയാണെന്നേ. അങ്ങനെയാണെങ്കിൽ ഇനി വചനഭാഗം കേൾക്കുന്ന ഈ സമയത്ത് നിനക്കൊന്ന് പറയാൻ കഴിയുമോ? വർദ്ധിച്ച് ഞാൻ വലിയവനായി തീരും. ശത്രുക്കളുടെ നടുവിൽ, മിത്രങ്ങളുടെ നടുവിൽ, നിന്ദിച്ചവരുടെയും ഭാരപ്പെടുത്തിയവരുടെ നടുവിൽ ഈ വചനം പറയുന്നത് പോലെ ഞാൻ വർദ്ധിക്കും, വീണ്ടും ഞാൻ വർദ്ധിക്കും. ഈ ഇസഹാക്കിന്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കിയ ഇസഹാക്കിന്റെ മരുമോളാകുന്ന റാഹേല് ജോസഫ് എന്ന് പറയുന്ന തലമുറ ജനിച്ചപ്പോൾ അവൾ വിളിച്ചു പറയുകയാണ്, ഇനിയും എനിക്ക് അടുത്ത ഒരു തലമുറയെ തരുമെന്ന് പറഞ്ഞ് ജനിച്ച തലമുറയ്ക്ക് ജോസഫ് എന്ന് പേരിട്ടു. ശ്രദ്ധിച്ചേ, അവക്ക് എവിടുന്ന ഈ വെളിപ്പാട് കിട്ടിയത്? അവക്കറിയാം ഈ അമ്മായിയപ്പനിൽ വർധനവിന്റെ ഒരു രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. ഈ രഹസ്യത്തെ താൻ പിടിച്ചിട്ട് വർഷങ്ങളായി തലമുറകൾ ഇല്ലാതിരുന്ന് തനിക്ക് ലഭിച്ച ആ തലമുറയുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി
ആ കുഞ്ഞിനെ നോക്കി ഒരു പ്രവചനം നടത്തുകയാണ്. ഇനി എനിക്കൊരു തലമുറയെ തരുമെന്ന് പറഞ്ഞ് അവന് ജോസഫ് എന്ന് പേരിട്ടു. അങ്ങനെങ്കിൽ ജോസഫ് എന്ന് പറയുന്ന തലമുറയെ ഇങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോഴൊക്കെയും ഇവൾ പറയുന്നത് എന്താ? ജോസഫ് എന്ന ആ കുഞ്ഞിനെ പേര് വിളിക്കുമ്പോൾ നമ്മൾ മക്കളെ ഇങ്ങോട്ട് വാടാ എന്ന് വിളിക്കത്തില്ല, പേര് ചൊല്ലി വിളിക്കത്തില്ല. അതേപോലെ ജോസഫേ എന്ന് വിളിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അവൻ പ്രഖ്യാപിക്കുകയാണ്, എനിക്കിനി ഒരു തലമുറയിൽ കൂടെ തരും. ആമേൻ. ഇങ്ങനെ പറഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു തലമുറയെ കൂടെ അവൾക്ക് ലഭിച്ചു. ദൈവമേ, അങ്ങനെയാണെങ്കിൽ നീ ചില വിഷയങ്ങളെ നോക്കി ആത്മാർത്ഥമായിട്ട് നിന്ന് ആത്മമണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ചില ചലനങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിനകത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് ചുവടുവെക്കാൻ തയ്യാറാമോ? തയ്യാറാകുമ്പോ നീ ഉറപ്പായും വർദ്ധിക്കുക തന്നെ ചെയ്യും. 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആ ദേശക്കാർക്ക് ഇസഹാക്കിനോട് അസൂയ തോന്നി. എന്തുകൊണ്ട്? അവൻ വർദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ട്, അവന്റെ ജീവിതയാത്രയിൽ അവൻ അത്ഭുതമായി തീർന്നത് കൊണ്ട്. പ്രിയ ദൈവവേദനെ, അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ നാൾ വരെ നീ നിരാശയുടെ പടുകുഴിയിൽ ആയിരുന്നു എങ്കിൽ, പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യത്തിന്റെ ഒക്കെ നടുവിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ, എന്നും നീ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള മനോഭാവത്തിനകത്തിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ, ഇന്ന് പകല് അധികാരത്തോടെ ഒന്ന് വിളിച്ചു പറ, എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് ഞാൻ ചുവടുവെക്കുമ്പോൾ ദൈവത്തിന്റെ വർധനവ് എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. നീ എപ്പോഴാണോ അത് വിശ്വസിച്ചു തുടങ്ങുന്നത്, അപ്പോൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ആ ഉറവ തുറക്കപ്പെടാൻ പോകുകയാണ്. ഈ ഇസഹാക്കിന്റെ അടുത്ത തലമുറകളാണ് ഇസ്രയേൽ ജനം. അവർ ഏത് രാജ്യത്ത് കടന്നുപോയാലും, ഏത് ദേശത്ത് കടന്നുപോയാലും അവർ അനുഗ്രഹമാകുക മാത്രമല്ല, അവർ നിമിത്തം ആ ദേശക്കാരും അനുഗ്രഹിക്കപ്പെടുന്ന ചരിത്രമാണ് നാം ഈ ലോക ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് എങ്കിൽ, ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ അറിഞ്ഞിട്ട് വിളിച്ചു പറ, ഞാനൊരു അനുഗ്രഹമായി തീരും. നീ ഒരു അനുഗ്രഹമാകുമ്പോൾ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നീ ദേശത്ത് വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോ ഇന്ന് വിളിച്ചു പറയാൻ കഴിയുമോ, കർത്താവേ, ഈ 26-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ എത്ര വലിയ ക്ഷാമം ദേശങ്ങളിൽ വ്യാപരിച്ചാലും, എത്ര വലിയ കൊടുമ്പിരി കൊള്ളുന്ന പ്രതിസന്ധികൾ മുമ്പിൽ കടന്നു വന്നാലും, ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം ഒന്ന് നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം, കർത്താവേ, ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനകത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങൾ അത് ഞാൻ അവകാശമായി പ്രാപിക്കുകയാണ്. അതിനുള്ള ചുവടുവെപ്പുകൾ എൻ്റെ ജീവിതത്തിന്റെ മേൽ കർത്താവ് സാധ്യമാക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല കർത്താവേ, ഈ വചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച സകല ദൈവരാജ്യത്തിന്റെ മർമ്മത്തിന്റെ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഈ വചനഭാഗം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കകത്തിലേക്കും അത് ഇറങ്ങി ചെല്ലുവാൻ ഇടയാകട്ടെ. അടഞ്ഞു കിടക്കുന്ന വിവാഹങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ. ജോസഫിന്റെ വിഷയം പറഞ്ഞതുപോലെ ഏതെങ്കിലും വ്യക്തികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ ആ തലമുറകൾ ഉണ്ടായി വരുവാൻ ഇടയാകട്ടെ. ബിസിനസ്സുകൾ പരാജയപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവരുടെ ബിസിനസിന്റെ മേൽ വർധനവുകൾ സംഭവിക്കട്ടെ. രോഗങ്ങൾ മാറട്ടെ, ശാരീരിക ക്ഷീണങ്ങൾ മാറട്ടെ. ഏതെല്ലാം മേഖലയിൽ ഇവർ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുവോ ആ ഞെരുക്കങ്ങളെ എല്ലാം ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അധികാരത്തോടെ ഞെരുക്കി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ വർധനവുകൾ ഉണ്ടാകട്ടെ. 5 അപ്പത്തെയും 2 മീനിനെയും വർദ്ധിപ്പിച്ച അതേ നല്ല കർത്താവ് തൃപ്തിയാകുന്നതുവരെയും ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനകത്ത് നിന്നുകൊണ്ട് ഈ തലമുറകളെ, കുടുംബങ്ങളെ, മാതാപിതാക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവിക നന്മകൾ ഇവരുടെ ജീവിതത്തിന് ഉടലെടുക്കട്ടെ. ഇവരൊരു വർധനമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവരാജ്യത്തിന്റെ മർമ്മത്തിൽ യാത്ര ചെയ്യുക. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി നടത്തും. അത്ഭുതങ്ങളെ സ്വീകരിക്കുക, അത്ഭുതങ്ങളെ കാണുക. ഞാനൊരു അനുഗ്രഹമായി തീരുമെന്ന് വ്യക്തമായി വിളിച്ചു പറയുക. നിരാശയുടെ വാക്കുകൾ പറയാതെ വർധനവിന്റെ ശ്രേഷ്ഠതയേറിയ ദൈവിക നന്മകളുടെ വിശ്വാസത്തിന്റെ വാക്കുകളെ പ്രഖ്യാപിക്കുക. I bless you in Jesus' name. Amen.